Good morning, students. Adutha university question aanu. Find the Fourier transform of f of x is equal to a minus mod x if mod x less than a, 0 otherwise. Here function define cheyidikkunnathu mod x less than a ile function value a minus mod x aanu. In all other cases function value will be 0. Here kandupidikkunna endana Fourier transform aanu kandupidikkunnu. Appo Fourier transform kandupidikkanengil nammal aadyam thanne adinte formula ezhudam. Fourier transform represent cheyyunnathu enganeyana f of x aanu. Fourier transform representation f of x ആണ്. അതിന്റെ ഫോർമുല 1 by root of 2 pi integral minus infinity to plus infinity f of x e raised to minus isx dx. അപ്പോൾ നമ്മൾ ആദ്യം ഫോർമുല വൃത്തിയായിട്ട് എഴുതുക. ഫോർമുല എന്താണ്? 1 by root of 2 pi integral minus infinity to plus infinity f of x e raised to minus isx dx. ഫോർമുല എഴുതി വെച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഈ ഒരു കേസിൽ 1 by root of 2 pi ഇവിടെ f of x ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇന്റർവൽ ഏതാണ്? mod x less than a ലാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. mod x less than a എന്ന് പറഞ്ഞാൽ അർത്ഥം mod x less than a എന്ന് പറഞ്ഞാൽ x less than minus x less than a വരും. അതുപോലെ തന്നെ x less than a. minus x less than a എന്ന് പറഞ്ഞാൽ എന്താണ്? x greater than minus a ആണ്. അപ്പൊ x greater than minus a ആണ്, x less than plus a ആണ്. അപ്പൊ x lies between minus a and plus a. അപ്പൊ നമ്മുടെ ലിമിറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? minus a to plus a. f of x എന്താണ്? a minus mod x e raised to minus isx dx. അപ്പൊ നമ്മുടെ ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി എന്നുള്ള ലിമിറ്റ് എന്തിലോട്ട് ചുരുങ്ങി? മൈനസ് എ ടു പ്ലസ് എ. അത് എങ്ങനെയാണ് കിട്ടിയത്? mod x ലെസ് ദാൻ എ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? മൈനസ് എക്സ് ലെസ് ദാൻ എ വരാം, എക്സ് ലെസ് ദാൻ എ വരാം. ഈ മൈനസ് എക്സ് ലെസ് ദാൻ എ നമുക്ക് എങ്ങനെ എഴുതാം? ഈ മൈനസോട് കൂടി ചെയ്യുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ മൈനസ് എ ആവും. അപ്പോ എക്സ് ഗ്രേറ്റർ ദാൻ മൈനസ് എ ആണ്, അതുപോലെ എക്സ് ലെസ് ദാൻ പ്ലസ് എ ആണ്. therefore x lies between minus a and plus a. അപ്പൊ നമ്മുടെ ലിമിറ്റ് മൈനസ് എ ടു പ്ലസ് എ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇതിനെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് 1 by root of 2 pi integral minus a to plus a minus mod x e raised to minus isx എങ്ങനെ എഴുതാം? cos sx minus I sin sx dx. That is 1 by root of 2 pi. ഇവിടെ നമ്മൾ ഇങ്ങനെ എഴുതാം minus a to plus a minus mod x cos sx dx minus I into minus a to plus a minus mod x sin sx dx. ഇത് രണ്ടായിട്ട് തിരിച്ചെഴുതി. അതായത് e raised to minus isx can be written as cos sx minus I sin x. കാരണം e raised to I theta എന്ന് പറഞ്ഞാൽ എന്താണ്? cos theta plus I sin theta. e raised to minus I theta എന്ന് പറയുന്നത് എന്താണ്? cos theta minus I sin theta. ആ ഒരു ഫോർമുല ഓയിലേഴ്സ് ഫോർമുല ഉപയോഗിച്ചിട്ട് e raised to minus isx നെ എന്ത് എഴുതി? cos sx minus I sin sx dx. അതിനുശേഷം എന്ത് ചെയ്തു? ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോ a minus mod x cos sx dx എന്ന് വന്നു. ഇവിടെ നമുക്ക് എന്ത് തോന്നും? മൈനസ് ആയി a minus mod x sin sx dx. ഇനി a minus mod x എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഈവൻ ഫംഗ്ഷൻ ആയിരിക്കും. cos sx എന്ന് പറഞ്ഞാൽ ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. ഈവനിന്റെ ഈവൻ എന്താണ്? ഈവൻ ആണ്. then we can apply the property of even function root of 2 by 5. ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ 2 times ഇവിടെ നമുക്ക് 2 times 0 to a minus x cos sx dx എഴുതാം. by the property of even function നമുക്ക് ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. minus a to a f of x dx is equal to 2 times 0 to a f of x dx when f of x is even. അതുപോലെ 0 f of x is odd. f of x odd ആവുമ്പോൾ 0 വരും, f of x even ആവുമ്പോൾ 2 times 0 to a f of x dx. അപ്പൊ ഇവിടെ നമ്മള് a minus mod x എന്നുള്ളത് ഈവൻ ഫംഗ്ഷൻ ആണ്, cos sx എന്നുള്ളത് ഈവൻ ഫംഗ്ഷൻ ആണ്, പ്രൊഡക്റ്റ് ഓഫ് ഈവൻ ടു ഈവൻ ഫംഗ്ഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് we can apply the property of definite integral a minus x into cos sx dx. ഇവിടെ 0 to a വരുന്നതുകൊണ്ട് ഈ mod x taken as x itself. രണ്ടാമത്തെ കേസ് നോക്കിയേ, a minus mod x എന്ന് പറഞ്ഞാൽ ഈവൻ ഫംഗ്ഷൻ ആണ്, sin sx എന്ന് പറഞ്ഞാൽ
എന്താണ് ഓഡ് ഫംഗ്ഷൻ ആണ്. അപ്പോ ഈവൻ ഫംഗ്ഷന്റെ ഓഡ് ഫംഗ്ഷൻ എന്താണ് ഓഡ് ഫംഗ്ഷൻ ആണ്. ബൈ ദ പ്രോപ്പർട്ടി ഓഫ് ഓഡ് ഫംഗ്ഷൻ രണ്ടാമത്തെ കേസ് നമുക്ക് എന്ത് കിട്ടും 0 കിട്ടും. അപ്പൊ ഈ ഒരു പാർട്ട് മാത്രമേ ഉള്ളൂ. ആ ഒരു പാർട്ടിനെ മാത്രം നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ therefore f of s is equal to ഇവിടെ ഈ 2 root of 2 by pi നമുക്ക് ഇങ്ങനെ എഴുതാം root of 2 by pi എന്ന്. ഈ 2 root 2 വരുമ്പോൾ root 2 into root 2 അപ്പോൾ root 2 ക്യാൻസൽ ചെയ്യുമ്പോൾ root of 2 by pi. then ഇവിടെ 0 to a minus x cos sx dx. a minus x into cos sx dx. അടുത്ത ടൈമിൽ ഇനി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ജനറൽ റൂൾ ഫോർ ഇന്റഗ്രേഷൻ ആണ് അപ്ലൈ ചെയ്യുന്നത്. ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് a minus x എടുക്കുന്നു, ആദ്യം പ്ലസ് ഇടുന്നു, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് cos sx. cos sx ഇന്റഗ്രൽ എന്താണ് sin sx ഡിവൈഡഡ് ബൈ s മൈനസ് a minus x ന്റെ ഇന്റഗ്രേഷൻ എന്താണ് -1 ഇൻറ്റു then sin sx ന്റെ എന്താണ് മൈനസ് cos sx by s. then upper limit 0, lower limit 0, upper limit ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഇപ്പൊ ജനറൽ റൂൾ ഉപയോഗിച്ച് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്തായിരുന്നു? ഇന്റഗ്രേറ്റ് ചെയ്തപ്പോ നമുക്ക് കിട്ടിയ ആൻസർ a minus x into cos sx and sin sx by s minus derivative of first function -1, then sin sx by s integrate ചെയ്യുമ്പോൾ minus cos sx by s. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. root of 2 by pi ആദ്യം a കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടൈം 0 ആയി പോകും. രണ്ടാമത്തെ കേസ് 3 മൈനസ് ഉണ്ട്. അപ്പൊ cos as by s. അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ടൈം ആണ് കിട്ടിയത്. ഈ ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ sin 0 ഫസ്റ്റ് ടൈം 0 ആയി പോകും. അടുത്ത ടൈം 3 മൈനസിന്റെ മൈനസ് cos 0 1 ആണ് 1 by s. that is root of 2 by pi into minus cos as by s square then plus 1 by s square. നമുക്ക് എങ്ങനെ എഴുതാം? root of 2 by pi രണ്ടിന്റെ LCM സെയിം ആണ്. അപ്പൊ 1 മൈനസ് cos as by s square. ഇതാണ് എന്ത് ഫോറിയർ ട്രാൻസ്ഫോം. ഫോറിയർ ട്രാൻസ്ഫോമിന്റെ വാല്യൂ നമുക്ക് കിട്ടിയത് എത്രയാണ്? ഫോറിയർ ട്രാൻസ്ഫോം is equal to root of 2 by pi 1 minus cos as by s square എന്നാണ് നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടിയിരിക്കുന്നത്. 1 minus cos as by s square. അപ്പൊ ഈ ഒരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ഫോർമുല നിങ്ങൾ ഓർത്തിരിക്കുക. എന്താണ് ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ഫോർമുല? 1 by root of 2 pi integral minus infinity to infinity f of x e raised to minus isx dx. ഇവിടെ f of x ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇന്റർവൽ ഏതാണ്? mod x less than a. mod x less than a എന്ന് പറഞ്ഞാൽ x lies between minus a and plus a. അപ്പൊ minus a to plus a യുടെ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? a minus mod x ആണ്. അതിനുശേഷം e raised to minus isx നെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ cos sx minus i sin sx എന്നൊരു രണ്ട് ടേം ആയിട്ട് തിരിക്കാം. അതിലൊരു ടേം ഈവൻ ഫംഗ്ഷൻ ആവും, മറ്റേ ടേം ഓഡ് ഫംഗ്ഷൻ. ഓഡ് ഫംഗ്ഷൻ നമുക്ക് 0 കൊടുക്കാം, ഈവൻ ഫംഗ്ഷൻ നമുക്ക് 2 ടൈംസ് കൊടുക്കാം. അപ്പൊ 0 to a വരും. 0 to a യില് mod x taken as x itself, അപ്പൊ a minus x. then ജനറൽ റൂൾ ഉപയോഗിക്കുക. ജനറൽ റൂൾ ഉപയോഗിച്ച് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്ത് വരുമ്പോൾ ഫൈനലി നമുക്ക് കിട്ടുന്ന ആൻസർ root of 2 by pi into 1 minus cos as by s square. കേട്ടോ, ഇത് ഏത് വർഷം ചോദിച്ചതാണ്? ജൂൺ 2022 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KTU ചോദിച്ചതാണ്. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ.